വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. രമിസ് ആണ്. സോ മക്കളി, നമ്മുടെ ആനുവൽ എക്സാമിന്റെ ടൈമാണ്. എല്ലാവരും നല്ല രീതിയിൽ നിങ്ങൾ പഠനം പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം. അപ്പം നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? നമ്മുടെ EVS മുഴുവൻ മാർക്ക് വേണം അല്ലേ? സോ EVSന്റെ ഒരു പ്രധാനപ്പെട്ട ചെറിയൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ EVSൽ കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അതിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ കുറേ വീടുകളെ പറ്റിയും കുറേ കൂടുകളെ പറ്റിയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വീടുകളുടെയൊക്കെ പേരുകൾ നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ ഇല്ലയോ നോക്കിക്കേ. ഇവിടെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് 3 തരത്തിലുള്ള വീടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടുകളുടെയൊക്കെ പേരെന്താണ്? ഈ വീടുകളുടെയൊക്കെ സവിശേഷതകൾ എന്താണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ 1 എന്ന് പറയുന്ന വീട് എപ്രകാരമുള്ള വീടാണ്, അല്ലെങ്കിൽ ആ വീടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? യെസ്, നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ വീട് എന്ന് പറയുന്നത് ഹൗസ് ബിൽഡ് ഓൺ പില്ലേഴ്സ്, അതായത് തൂണുകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വീടുകളാണ് നമുക്ക് ഒന്നാമത്തെ ചിത്രത്തിൽ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അതിന്റെ സവിശേഷത ഒന്ന് വായിച്ചു നോക്കിയാലോ. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഹൗസ് ഈസ് ദ യൂസ് ഓഫ് പില്ലേഴ്സ്, അതായത് പില്ലേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ വീടുകൾ ഉണ്ടാക്കുന്നത്. പില്ലേഴ്സ് ഹെൽപ്പ് കീപ് ദ ഹൗസ് റേസ്ഡ് എബവ് ദി ഗ്രൗണ്ട്, അതായത് നമ്മുടെ ഭൂമിയിൽ നിന്നും അല്പം ഉയർത്തിയാണ് ഈ വീടുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ദേ അലോ എയർ സർക്കുലേഷൻ ആൻഡ് പ്രിവെന്റ് ഫ്ലഡിംഗ് ഇൻ ഏരിയാസ് വിത്ത് ഹൈ വാട്ടർ ലെവൽ. ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്തുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഇതുപോലെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ഉയർത്തി വെച്ചിട്ടുള്ള തൂണുകളിലുള്ള വീടുകൾ അവരെ സഹായിക്കുന്നുണ്ട്. ഈ വീടിന്റെ പ്രധാന സവിശേഷത തൂണുകളുടെ ഉപയോഗമാണ്. തൂണുകൾ വീടിനെ നിലത്ത് നിന്ന് ഉയർത്തി നിർത്താൻ സഹായിക്കുന്നു. ഇത് വായുസഞ്ചാരത്തിന് സഹായിക്കുന്നു. വെള്ളപ്പൊക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം വീടിനകത്ത് കയറുന്നത് തടയുകയും ചെയ്യുന്നു. അപ്പൊ കുറച്ചും കൂടി ഉള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള വീടുകളുടെ പേരും അതിന്റെ സവിശേഷതകളും ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കാം. ഈ രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ. ഇത് എപ്രകാരമുള്ള വീടാണ്? കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീടിന്റെ സവിശേഷതകളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കിക്കോ. ഇങ്ങനെയുള്ള വീടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലാസ് ഹൗസ്, അതായത് ചില്ല് കൊണ്ടുള്ള വീടുകൾ. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഗ്ലാസ് വാൾ എൻഷുർ ബെറ്റർ എയർ സർക്കുലേഷൻ. ഗ്ലാസ് വാൾ ആൻഡ് വിൻഡോസ് അലോ മോർ സൺലൈറ്റ് ടു എൻറ്റർ ദ ഹൗസ്. ഗ്ലാസ് മതിലുകൾ നല്ല വായു സഞ്ചാരം ഉറപ്പാക്കുന്നു. ഗ്ലാസ് മതിലുകൾ, ഗ്ലാസിന്റെ ജാലകങ്ങൾ, അതായത് വിൻഡോസ് ഇല്ലേ, അതൊക്കെ വീടിനകത്ത് കൂടുതൽ പ്രകാശം കടക്കാൻ സഹായിക്കുന്നു. അപ്പൊ കുറച്ച് എക്സാമ്പിൾ ആണ്. മറ്റൊരു വീടിന്റെ ഒരു ചിത്രം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രം നോക്കാം. ഈ മൂന്നാമത്തെ ചിത്രം നിങ്ങൾ നോക്കിക്കേ. യെസ്, ഇങ്ങനെയുള്ള വീടുകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെയുള്ള വീടുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമോ? അപ്പൊ ഇത്തരത്തിലുള്ള വീടുകളുടെ പ്രത്യേകതകളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള വീടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ ഇഗ്ലൂവിന്റെ പ്രത്യേകതകളൊക്കെ നോക്കിയാലോ. മറ്റൊരു കുഞ്ഞു വീടും ഇഗ്ലൂവിനെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദ വാൾസ് ആൻഡ് റൂഫ് ഓഫ് ദീസ് ടെമ്പററി ഹൗസ് ആർ മെയ്ഡ് ഓഫ് ഐസ് ബ്ലോക്ക്, അതായത് ഐസ് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. They are built in place covered with ice. ഈ താൽക്കാലിക വീടുകളുടെ മതിലും മേൽക്കൂരയും ഒക്കെ മഞ്ഞ് കട്ടകളാൽ നിർമ്മിച്ചതാണ്. മഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇവ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പൊ 3 പ്രധാനപ്പെട്ട വീടുകളും അവരുടെ പേരുകളും അവരുടെ സവിശേഷതകളും ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇനി അതിന്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു QR കോഡ് കാണിച്ചു തരുന്നുണ്ട്. ഈ QR കോഡ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ 3ാം ക്ലാസ്സിലെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു QR കോഡാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, മിസ് ഞങ്ങൾ ഇനി 3ാം ക്ലാസ്സിലെ കമ്മ്യൂണിറ്റിയിൽ എന്തിനാ ജോയിൻ ചെയ്യുന്നത്, ഞങ്ങൾ 4ാം ക്ലാസ്സിലേക്ക് കയറിയില്ലേന്ന്. പക്ഷേ 4ാം ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് സ്ഥലം എന്തെല്ലാം കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ 4ാം ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ അതുമായിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഒട്ടനെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇനി അതിന്റെ കൂടത്തിൽ തന്നെ 4ാം ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. അപ്പൊ 4ാം ക്ലാസ്സിൽ നമുക്കൊരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്. നമ്മുടെ ബാച്ചിന്റെ പേരാണ് നമ്മുടെ സ്വന്തം പ്രാണ ബാച്ച്. അപ്പൊ ഈ ഒരു പ്രാണ ബാച്ചിൽ അഡ്മിഷൻ ഒക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ സൈലത്തിൽ എജു ഫെസ്റ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ 10% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു 20ാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് വാച്ച് കിട്ടും. നിങ്ങൾക്ക് ഒരു സ്മാർട്ട് വാച്ച് ഗീവ് അവേ ആയിട്ട് നമ്മുടെ സൈലം നൽകുന്നുണ്ട്. പക്ഷെ 5 പേർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ വേഗം അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അടിപൊളിയായിട്ട് 3ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം, 4ാം ക്ലാസ്
പഠിച്ചു തുടങ്ങണം. അപ്പൊ എല്ലാവർക്കും ആദ്യം വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.